എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഒരു ദാരുണമായ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ സന്ധ്യ എന്ന് പറയുന്ന ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തി. ദുഃഖകരമായ വാർത്തയാണ്. അതും അങ്കണവാടി സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി അതിനെ കൊല ചെയ്തു. ഇത് നിസ്സാരമായി കാണേണ്ട സംഭവമല്ല. രാവിലെ അംഗൻവാടിയിൽ കുട്ടികളെ കൊണ്ടുപോകുന്നു, വൈകുന്നേരം അവരെ തിരിച്ചു കൊണ്ടുപോരുന്നു. ആരെങ്കിലും ഒപ്പം കാണും. ഇനിയെങ്കിലും ഇത് ഒരു 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 രീതിയിൽ അംഗൻവാടി അധികൃതരുടെയും കുറച്ച് ശ്രദ്ധക്കുറവുണ്ട്. എപ്പോഴും ചെയ്യേണ്ടത് അംഗൻവാടിയിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ പേരൻസിൻ്റെ എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ തന്നെയും കർശനമായി ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും വിവരങ്ങൾ അവരുടെ ഫോൺ സഹിതം ഉണ്ടായിരിക്കും. കാരണം അറിയില്ല, മനുഷ്യൻ്റെ വൈരാഗ്യം മനുഷ്യന് എപ്പോഴാണ് മാറ്റം വരാമെന്ന് അറിയില്ല. ഒരു പക്ഷേ ഈ കുട്ടി കൊല ചെയ്യപ്പെട്ടതിൽ പല കാരണങ്ങളും കാണാം. അവർ ഭാര്യയും ഭർത്താവും പിണങ്ങി താമസിച്ചെന്നാണ് അറിയുന്നത്. ഒരു പക്ഷേ അമ്മയെക്കാളും കൂടുതൽ സ്നേഹിച്ചത് ഈ കുഞ്ഞ് അച്ഛനോടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ തള്ളയെ പിരിഞ്ഞ് കുഞ്ഞ് ഉണ്ടാകില്ലല്ലോ, താമസിക്കില്ലല്ലോ. എനിവേ, കുഞ്ഞിനെ പോയി അംഗൻവാടിയിൽ നിന്ന് വിളിച്ചു പോയത് തള്ളയാണ്. ഇപ്പോൾ തള്ളയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയിക്കാനുള്ള തിരക്കിലാണ്. നടക്കട്ടെ, ഉണ്ടോ ഇല്ലയോ. ബട്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ദാരുണ സംഭവം ഉണ്ടാകാതിരിക്കാൻ ആര് വന്ന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയാലും അപ്പോൾ തന്നെ ആ രജിസ്റ്ററിൽ എഴുതുക, ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഫോൺ നമ്പറും സമയങ്ങളെല്ലാം കാണുക. കൊണ്ടുപോകുമ്പോൾ തേർഡ് പാർട്ടിയെ പറ്റിയാൽ അവരൊന്ന് വിളിക്കാൻ പറയുക. അപ്പോൾ ഇറ്റ് ബി മോർ സേഫ്. കാരണം നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നു, പരിചയമുണ്ട്, തള്ളയല്ലേ അച്ഛനല്ലേ, അങ്ങനെ ഏത് സമയത്ത് എന്താ സംഭവിക്കുന്നത് അറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ അംഗൻവാടിയിൽ മുമ്പേ അറിയിച്ചിരിക്കണം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ അവരൊന്ന് ശ്രദ്ധിക്കണം. ഞാനായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, ഞങ്ങൾ ആരെങ്കിലും ഒരാളായിരിക്കും വരിക. വന്നാൽ തന്നെയും നിങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടി സെക്കൻഡ് നമ്പറിൽ വിളിച്ചൊരു കൺഫർമേഷൻ ചെയ്താൽ കുഞ്ഞുങ്ങളുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ധാരണ സംഭവങ്ങൾക്ക് ഇതാകും. അവസാനം കുഞ്ഞുങ്ങളെ ശരിക്കും നോക്കിയപ്പോൾ അങ്കണവാടി അധികൃതർ കോടതിയിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്. യു ഹാവ് ടു ബി വെരി സ്ട്രിക്റ്റ്. വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ കാണണം. അവരുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കോമ്പൗണ്ടുകളിൽ നിന്നാൽ കുട്ടികളുടെ സുരക്ഷിതത്വം നിങ്ങളിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യാതെ നിങ്ങൾ ശിക്ഷ അനുഭവിക്കാൻ ഉള്ള സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കി വയ്ക്കരുത്. ഇനി പ്രത്യേകം പറയാനുള്ളത്, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കുണ്ടാകാം. പക്ഷേ അതുകൊണ്ട് പല സംഭവ വികാസങ്ങളും ഉണ്ടായേക്കാം. ഇവിടെ പറ്റുന്നത് അമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അത് അന്ന് റെഗുലർ അമ്മയാണോ വരുന്നത്, അല്ല അച്ഛനാണോ വരുന്നത്? അമ്മയാണ് പിണങ്ങി പോയിരിക്കുന്നെങ്കിൽ അച്ഛൻ പ്രധാനമായിട്ടും അംഗൻവാടിയിൽ അറിയിച്ചിരിക്കണമായിരുന്നു, ഞങ്ങൾ പിണക്കത്തിലാണ്, അമ്മ വരികയാണെങ്കിൽ എന്നെ അറിയിച്ചിട്ട് വേണം കൊച്ചിന് വിടാൻ. അത് അച്ഛൻ പറഞ്ഞതായിട്ട് അറിയില്ല. പറഞ്ഞോ ഇല്ലയോ ഒന്നും നമുക്ക് ഒരു ഇതും കിട്ടിയില്ല. ഇതെല്ലാം പാർട്ട് ഓഫ് സുരക്ഷിതത്വമാണ്. ഒരു കുഞ്ഞിനെ നമ്മൾ വീട്ടിന് പുറത്ത് വിട്ടാൽ തിരിച്ചു വരുന്നത് നമ്മൾ അവരെ പറ്റി ഒന്ന് ഓർത്തിരിക്കണം. ഇനി ആരെങ്കിലും ഒരാൾ കുഞ്ഞിനെ കൊണ്ടുവിടുന്നു, അയൽവക്കത് ഇതിനെ ഒന്ന് വിട്ടേക്കണം. അതിനല്ല, കുഞ്ഞിനെ കൊണ്ടുവിടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അംഗൻവാടിയിൽ പറഞ്ഞിരിക്കണം, എൻ്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് ഇന്നാളാന്ന് അത് ഉറപ്പ് വരുത്തണം. ഇനി ഈ കൂട്ടിക്കൊണ്ടുപോകണ കുട്ടി ഈ കുഞ്ഞിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നു, എല്ലാം മയക്കുമരുന്നോ ഇല്ലൊക്കെ കൊടുത്ത് അവസാനം കുഞ്ഞിനെ സ്കൂളിൽ അംഗൻവാടിയിലാക്കി അവർ പോകുന്നു. കുറച്ച് കഴിഞ്ഞാൽ കൊച്ചിന് അസ്വസ്ഥത ഉണ്ടാകുന്നു. ആരാണ് നിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? അംഗൻവാടിയോ? അതുകൊണ്ട് ആര് കൊണ്ടാക്കിയാലും ആര് തിരിച്ച് കൂട്ടിക്കൊണ്ടുപോയാലും അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം, അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. ഒപ്പം നിങ്ങൾക്ക് സംശയം തോന്നിയാൽ സെക്കൻഡ് നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുക, എങ്ങനെ തള്ള വന്നു കുഞ്ഞിനെ കൊണ്ട്. അപ്പോൾ ഭർത്താവ് പറയും. അപ്പോൾ ഇപ്പോൾ തള്ളയാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്നു, ഭർത്താവുമായിട്ട് പിണക്കാണ്. ഭർത്താവ് കുഞ്ഞിനെ തള്ള അറിയാതെ കൂട്ടിക്കൊണ്ടുപോകണം എന്നുള്ള വിവരവും അംഗൻവാടിയിൽ അറിയിച്ചിരിക്കണം. കാരണം ദേ ആർ ദ പീപ്പിൾ.
അപ്പോൾ അതിനൊരു പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടാകണം. ഇതില്ലാതെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചാൽ പിന്നെ അവസാനം വക്കീലന്മാർ ഇടപെടും. ഒരു പക്ഷേ ഭ്രാന്തില്ലാത്തവരും ആശുപത്രി ഭ്രാന്തെന്ന് പറയും. അതൊക്കെ പഴുതുകൾ ആ തെറ്റുകളിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ പോവുകയാണ്. ഒരു തള്ള ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ തള്ളയ്ക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടോ ഇല്ലയോ ആർക്കും അറിയില്ല. അതിന് തെളിയിക്കണമെങ്കിൽ അതിന് മെഡിക്കൽ സൈഡിൽ അവരാണത് തീരുമാനിക്കേണ്ടത്. ഇതിൻ്റെ ഒരു ആവശ്യം വരിയില്ല. ഇനിയെങ്കിലും നല്ല പ്രോപ്പറായിട്ടൊരു രജിസ്റ്റർ വയ്ക്കുക. വരുമ്പോഴും പോകുമ്പോഴും ആര് കൊണ്ടുപോകണം, എന്ത് കൊണ്ടുപോകണമെന്ന് അവരുടെ ഫോൺ നമ്പരും സംശയം ഉണ്ടെങ്കിൽ വീട്ടുകാരെ അംഗൻവാടിയിലെ അധികൃതർ വിളിച്ച് ചോദിക്കുക എന്ന് കൺഫേം ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങളെ വിടുക. ഇല്ലെങ്കിൽ പല കുഞ്ഞുങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടും. കാരണം നമുക്കാരെയും വിശ്വസിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. കാരണം പകലും മൊത്തം രാത്രി മൊത്തം ഭാര്യയും ഭർത്താവും സന്തോഷം പെട്ടെന്ന് ഒരു പ്രതികാര ബുദ്ധിയായിട്ട് മാറിപ്പോകുന്ന അറിയില്ല. ചിലപ്പോൾ മാനസിക നിലയിൽ മാറ്റം സംഭവിക്കാം. ഇറ്റ് ഈസ് എ കോമൺ ഫാക്റ്റാണ്. സോ ഇനിയെങ്കിലും ഇതുപോലെ യാതൊരുവിധ അനർത്ഥങ്ങളും ഉണ്ടാകാതിരിക്കാൻ അംഗനവാടിയും മാതാപിതാക്കളും ബന്ധുജനങ്ങളും നാട്ടുകാരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അംഗനവാടിയിൽ ചുമ്മാ കുറച്ച് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് കഞ്ഞിയും പയറും കൊടുത്ത് അതുകൊണ്ട് സുരക്ഷിതമല്ല. അവിടെയും അംഗനവാടിയും അപ്ഡേഷൻ ചെയ്യണം. പ്രോപ്പർ ചെക്കപ്പ് ഉണ്ടായിരിക്കണം. അത് ജനപ്രതിനിധികൾ അവരെ പോയി അന്വേഷിക്കണം. ഇതെല്ലാം നോക്കേണ്ട ഒരു ആവശ്യമാണ്. അല്ല അംഗനവാടിയുണ്ട് എന്തെങ്കിലും ലൈസൻസ് വാങ്ങി എന്തെങ്കിലും കാട്ടിക്കൂട്ടി കുറച്ച് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡും അരിയും ഇതൊക്കെ വാങ്ങി കൊടുക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് തിങ്. അതിന് നല്ല രീതിയിൽ നടന്ന് നല്ല ഒരു പ്രസ്ഥാനമായി അംഗനവാടി വളരണം. കാര്യം ബേസിക്കാണ് അവർ. LKG UKG അതും ഒരു ബേസിക്കായിട്ട് കിട്ടേണ്ട ഒരു ട്രെയിനിങ് കിട്ടേണ്ട ഒരു സ്ഥലമാണ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഇത് കഴിഞ്ഞാൽ പിള്ളേരുടെ ജീവന് ഒരു വിലയില്ലാത്ത രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റ് ഒരു അംഗൻവാടിയിലും ഉണ്ടാകരുത്. ഇനി ഒരു അംഗൻവാടിയിൽ ഇതുപോലെ തള്ളയോ തന്തയോ കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞിനെ കൊല്ലുന്ന ഒരു സംവിധാനം ഉണ്ട്. അത് നിങ്ങൾ മുമ്പ് അറിഞ്ഞിരിക്കണം. സംശയം തോന്നിയാൽ പോലീസിനെ തന്നെ വിവരം അറിയിച്ച് അവർ വേണ്ട നടപടിക്രമങ്ങൾ ആയതിനു ശേഷം മാത്രമേ ഈ അംഗനവാടി അധികൃതർ നിയമക്കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടത്തുള്ളൂ. കാര്യം നിങ്ങൾ വാങ്ങുന്ന തുച്ഛമായ ശമ്പളത്തിൽ കുഞ്ഞുങ്ങളെ നോക്കി അവസാനം കോടതിയിൽ കയറി ഇറങ്ങുന്ന സാഹചര്യം സൃഷ്ടിക്കരുത്. അതുകൊണ്ട് സ്ട്രിക്റ്റായിരിക്കണം. നിങ്ങൾ എത്ര കണ്ട് സ്ട്രിക്റ്റാകുന്നോ പേരൻസിന് സ്ട്രിക്റ്റാകും. അപ്പോൾ അവിടെ അംഗൻവാടിയിൽ നിന്ന് പിള്ളേർ അങ്ങനെ അത്ര ഈസി ഒരാൾക്ക് വിളിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. ദുഃഖമുണ്ട് ആ കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞതിൽ. അതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും എനിക്ക് ദുഃഖമുണ്ട്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. കാണാൻ മറ്റൊരു വീഡിയോയിൽ കൂടി. ഞാൻ GK തുമ്പക്കാരൻ.